ഇസ്ലാമിന്റെ കറാമത്തെന്ന് പറഞ്ഞാൽ, ആദരവെന്ന് പറഞ്ഞാൽ ആർക്കാണ്ടാകുക? യഥാർത്ഥ ഔലിയാക്കന്മാർക്ക്. അത് എനിക്കും നിങ്ങൾക്കൊക്കെ ആകാം. അള്ളാഹിന്റെ നിയമങ്ങളൊക്കെ പാലിക്കുക, പാടില്ല എന്ന് പറഞ്ഞതൊക്കെ ഒഴിവാക്കി പരമാവധി ഭദ്രമായി ഈമാനോടെ ജീവിക്കുക. അല്ലദീന ആമനു, നന്നായി ഈമാനുള്ളവരാവുക. വകാനൂ യത്തഖൂൻ, നല്ല തഖ്വയുള്ളവരായി മാറുക. ഇനി അങ്ങനെ വല്ല കറാമത്തും അത്ഭുതങ്ങളും ജീവിതത്തിൽ കണ്ടാലോ, മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അദ്ദേഹത്തിന്റെ പേരിലാണ് ഒരുപാട് കറാമത്ത് എഴുതിണ്ടാക്കിയത്. മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾ പറയാണ്, അന്ന മിൻ ശറത്തിൽ വിലായത്തി, ഒരു വലിയ എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ നിബന്ധനയാണ് കെത്മാനുൽ കറാമാത്തി, തനിക്ക് എന്തെങ്കിലും അത്ഭുതങ്ങൾ പടച്ചോൻ കാണിച്ചു തന്നാൽ അതൊരിക്കലും പരസ്യമായി വിളിച്ചു പറഞ്ഞ് നടക്കരുത്, മിണ്ടാതിരിക്കണം, അത് പ്രചരിപ്പിച്ച് നടക്കരുതെന്നാ. ഇവിടെയാണ് നമ്മുടെ നാട്ടിൽ ഏറെ പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രംഗങ്ങൾ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഓരോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും രോഗങ്ങളും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് എവിടേക്കാ പോണത്? കറാമത്തുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്തെ ഭീമാപള്ളി മുതൽ കാസർഗോഡ് ഉള്ളാള് ദർഗ വരെ പോകുന്ന മനുഷ്യന്മാർ എന്തിനാണ് ഈ മഖബറകളിലേക്ക് പോകുന്നത്? അവിടെ കറാമത്തുണ്ട്. എന്താ കറാമത്ത്? അവിടെ ചെന്നാ രോഗം മാറിയിട്ടുണ്ട്, അവിടെ പോയിട്ട് കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളെ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഏർവാടിയും മുത്തുപ്പേട്ടയും നാഗീറുള്ള അജ്മീറിലേക്കും പോണ മനുഷ്യന്മാര് ഒന്ന് ചിന്തിച്ചു നോക്കണം. അവരൊക്കെ ആരാണ്? ഖബറിൽ കിടക്കുന്നവരാണ്. മാത്രമല്ല പലരെയും ചരിത്രം വായിച്ചാൽ ആ ഖബറിനകത്ത് കിടക്കുന്നവരൊക്കെ ആരാന്ന് പോലും അറിയാത്തവരാണ്. നമ്മൾ വായിച്ചോട്ടോ, ഞാൻ പറഞ്ഞത് മാത്രം വിശ്വസിക്കണ്ട. നമ്മളെ ജില്ലയിലാണല്ലോ, മലപ്പുറം ജില്ലയിലാണല്ലോ കിടക്കുന്നത് മുനമ്പത്ത് ബീവി ഉള്ളത്. മുനമ്പത്ത് ബീവിന്റെ കറാമത്ത് എന്ന് പറഞ്ഞിട്ട് എഴുതിയ പുസ്തകം ഉണ്ട്, ജാറത്തിലുണ്ട്. ആ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, ഊരും പേരറിയില്ല, ശുഹ്റത്തൊട്ടും കുറവില്ല, ബഹുമാന്യരൊക്കെ പെറ്റ നാട്, വെളിയങ്കോടും മറകാളി കുഞ്ഞുമരക്കാർ ഷഹീദോരും ബഹുമാന്യരൊക്കെ പെറ്റ നാട്. ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന വ്യക്തിന്റെ പേരറിയൂല. ഇതാ കറാമത്ത്? ഇതാണോ കറാമത്ത് എന്ന് പറയേണ്ടത്? ആളെ പേരറിയില്ല, പിന്നല്ലേ മുസ്ലിമാണോ അമുസ്ലിമാണോന്ന് അറിയുള്ളൂ. ഊരറിയൂല, സ്ഥലം എവിടുത്തെ കാര്യാണെന്നറിയൂല. ഒരാണിന്റെയും പെണ്ണിന്റെയും ഡെഡ് ബോഡി അങ്ങ് വന്നടിഞ്ഞു. എടുത്തിട്ട് പതുക്കെ അന്ന് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലായിരുന്നു. മറവ് ചെയ്യാൻ പോലും ആൾക്കാർക്ക് പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്നിട്ട് അതിന് പറ്റാവുന്ന ചിലരെ കൊണ്ടുവന്നിട്ട് ഖബറടക്കം നടത്തുകയാണ്. ഖബറടക്കം കഴിഞ്ഞപ്പോൾ പിന്നെ ബീവിയായി. എന്താ പേര്? മുനമ്പത്ത് ബീവി. ഊരും പേരറിയൂല, ഭയങ്കര ഫേമസ് ആണ്. എന്താ ഫേമസ്? വെളിയങ്കോട് ഉമർ ഖാദി കുഞ്ഞു മരക്കാർ ഷഹീദോരും ബഹുമാന്യരൊക്കെ പെറ്റ നാട്. ഉമർ ഖാദി ജനിച്ച നാട്ടിലാണ്, നബിതങ്ങൾ ജനിച്ച നാട്ടിലാണ് അബൂജഹൽ വളർന്നത്. അതുകൊണ്ട് അബൂജഹലിന് കറാമത്തുണ്ടോ? നബി തങ്ങളുടെ കുടുംബത്തിലാണ് അബൂലഹബ് വളർന്നത്. അബൂലഹബിന് കറാമത്തുണ്ടോ? അതിനേക്കാൾ വലുതുണ്ടോ നാട്ടിൽ ഏതെങ്കിലും ഒരു ഖബർ? അവിടെ മാത്രം പോരാ പ്രിയപ്പെട്ടവരെ, ഒറിജിനലായി മുസ്ലിം അല്ല എന്ന് പറയുന്നവരെ വരെ ഔലിയാന്ന് വിളിച്ച് ഖബർ കെട്ടിപ്പൊക്കി നമ്മളെ കേരളത്തിൽ. എവിടെ? കൊല്ലം ജില്ലയിലെ ഓച്ചിറയിൽ. ആരെ? ഉപ്പൂപ്പ എന്ന് വിളിക്കുന്ന ആളുടെ യഥാർത്ഥ പേര് ദാമോദരൻ എന്നാണ്. ഈ നാട്ടിൽ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ദാമോദരൻ എന്ന് പറയുന്ന മനുഷ്യന്റെ മക്ബറയുണ്ട് കൊല്ലം ജില്ലയിൽ. ഇതേപോലെ ഞാൻ പോയി സംസാരിച്ച ഏരിയയാണ് ഓച്ചിറ. നിങ്ങൾ പോയ അങ്ങക്കും കാണാം. ഖബറിന്റെ യഥാർത്ഥ പേര് ദാമോദരൻ കുപ്പസ്വാമി എന്നായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ഖബറുമായി ബന്ധപ്പെട്ട് ലേലം ചർച്ച നടക്കുകയാണ്. ഖബർ വേണ്ട ആൾക്കാരുണ്ടല്ലോ നമ്മുടെ നാട്ടില്. ആ ടീം ചെന്നിട്ട് പറയാണ്, ഇത് ഞങ്ങൾക്ക് തരണം, ഇത് ഞങ്ങളുടെ ആളാണ്. ഞങ്ങളാളാണ്, ഞങ്ങൾ എടുത്തോളൂ, നമുക്ക് പോയിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് കിട്ടിയ കാര്യമാണ്. ഒരു 150 റുപ്യന്റെ സിമെന്റും കുറച്ചൊന്ന് പൊക്കിയിട്ട് 100 റുപ്യന്റെ തുണി വിരിച്ചാൽ നിങ്ങൾക്ക് കാര്യമാണ്, നിങ്ങൾ കൊണ്ടുപോയിക്കോളും. പക്ഷെ പേര് ദാമോദരൻ എന്നായാൽ ആള് വരൂല. പേരൊന്ന് മാറ്റിയിടാൻ തീരുമാനിച്ചു. ഇന്ന് ജീവിച്ചിരിപ്പുള്ള അറിയപ്പെട്ട ഒരു പണ്ഡിതൻ അവിടെ ചെന്നിട്ട് പേരങ്ങ് മാറ്റി. ഓച്ചിറ ഉപ്പൂപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഇപ്പൊ പൈസ വരുന്നുണ്ട്, ജാറുണ്ട്, അവിടെ ആൾക്കാർ സിയാറത്തിന് വരുന്നുണ്ട്, സങ്കടങ്ങൾ വിളിച്ച് പറയുന്നുണ്ട്. ആരാണ്? ദാമോദരൻ എന്ന് പറയുന്ന ആ നാട്ടിലൊരു മാനസിക രോഗിയായി നടന്ന ആളുടെ ഫോട്ടോ ഒക്കെ ഉണ്ട്, മാതൃഭൂമിയിൽ പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയാണ് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് പരിസരത്ത് മുട്ടുന്തല എന്നറിയപ്പെടുന്ന സ്ഥലത്ത് അവിടുത്തെ മഖാമുമായി ബന്ധപ്പെട്ട് ചില പ്രവർത്തനം നടന്നു. മുട്ടുന്തല എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേര്, അവിടുത്തെ മഖബറിന്റെ പേരെന്നെ മുട്ടുന്തല ഔലിയ എന്നാണ്. ആൾക്ക് പേരില്ല. ആ ഖബറിനകത്ത് കിടക്കുന്ന വ്യക്തിന്റെ എന്താ കിട്ടിയത്? ഒരു തല, ഒരു കാൽമുട്ട്.
ഇത് രണ്ടും കൂടി കൂട്ടി പേരാണ് ഇട്ടു, മുട്ടും തല ഔലിയാ റളിയല്ലാഹു. പൈസ വരുന്നുണ്ട്, മക്കാമുണ്ട്, ഔലിയാക്കന്മാരെ ദർജ കൊടുത്തിട്ടുണ്ട്, പ്രാർത്ഥന നടക്കുന്നുണ്ട്, ഉറൂസ് നടക്കുന്നുണ്ട്, 3 ദിവസം ഗംഭീര മതപ്രഭാഷണം നടക്കുന്നുണ്ട്. ആരാ കിടക്കണത് അതൊന്നും അറിയില്ല. കാൽമുട്ട് തല കിട്ടിയാ മതി, എന്ത് കിട്ടിയാലും മതി. പൊന്തിക്കടന്ന് അമ്പ് കിട്ടിയാ അപ്പൊ പോയിട്ട് നമ്മളെ നാട്ടിലത്തെ മനുഷ്യന്മാരുടെ കഥയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് പറയുമ്പോഴാ പറയുന്നത് ഇവർക്ക് ഖബർ സിയാറത്തില്ല, ഇവര് മരിച്ചാലും ഖബറിന്റെ അടുത്തേക്ക് ചെല്ലാത്ത ഖബർ സിയാറത്തിന് എതിർക്കുന്നവരാന്ന് പറയുന്നവരെ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയി. ഞങ്ങൾ പറയാണ് നമ്മൾ ഖബർ സന്ദർശിക്കണം, യഥാർത്ഥ ഖബർ സിയാറത്ത് നമ്മൾ ചെയ്യണം. അവിടേക്ക് കയറി ചെല്ലുമ്പോൾ അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. അവിടെ പ്രാർത്ഥിക്കാനുള്ളതാ. എന്നിട്ട് കിബിലക്ക് നേരെ തിരിയണം. പ്രിയപ്പെട്ട ബന്ധുക്കൾക്ക് വേണ്ടി ഹംദും സലാത്തൊക്കെ ചൊല്ലിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഖബറിൽ കിടക്കുന്ന മനുഷ്യർക്ക് വേണ്ടി, ഖബറാളികൾക്ക് വേണ്ടി അല്ലാഹുവോട് പ്രാർത്ഥിക്കാനാണ് ഖബർ സിയാറത്ത്. സൂറുൽ ഖുബൂർ ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത വതുദക്കിറുകുമുൽ ആഖിറ. പരലോകം ഓർക്കണം, മരണം ചിന്ത ഉണ്ടാവണം. പക്ഷേ നമ്മുടെ നാട്ടിലെ ഖബറിങ്ങ പോണ ഈ വണ്ടി വിളിച്ച് പോണ മനുഷ്യന്മാരും മരണം ചിന്തിക്കാനാണോ? അങ്ങനെയാണെങ്കിൽ എന്തിനാ അവിടെ ആന, എന്തിനാണ് ഡാൻസ്, എന്തിനാണ് ഗാനമേള? ഖബറിന്റെ പരിസരത്താണ് ഉത്സവങ്ങൾ, ഉറൂസുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മരണം ചിന്തിക്കാനാണോ? ഇപ്പൊ നടക്കുന്നത് എന്താ? പുതിയങ്ങാടി നേർച്ചക്ക് നടക്കുന്നത് എന്താ? കൊണ്ടോട്ടി നേർച്ചയിൽ നടക്കുന്നത് എന്താ? ഒരു ഖബറുമായി ബന്ധപ്പെട്ട് നബി തങ്ങളെന്ന് പറഞ്ഞ വാക്കെന്താണ്? അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരീ ഈദാ. അല്ലാഹുവേ, എന്റെ ഖബറിനെ ആഘോഷ കേന്ദ്രമാക്കി മാറ്റരുതേ. അവിടല്ല, ബദരീങ്ങളുടെ ഖബർ നമുക്ക് കാണാൻ പറ്റും. അത് ചെന്നാൽ, ബദറിന്റെ പ്രദേശത്ത് ചെന്നാൽ ഉറൂസില്ല. ഉഹദ് ശുഹദാക്കന്മാർ, ഒറിജിനൽ ശുഹദാക്കന്മാർ, അവരുടെ ഖബറുകളിൽ ആണ്ടില്ല, ഉറൂസില്ല. നബി തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച അദബ് സൂക്ഷിച്ചവരാണ് അവര്. പിന്നെങ്ങനെയാ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും മനുഷ്യന്മാർ നോക്കൂ നിങ്ങൾ, വെറും 35 കൊല്ലം മുമ്പ് മരണപ്പെട്ട ചിറ്റടി മേത്തൽ അബൂബക്കർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, നമ്മളെപ്പോലെ ഒരു പ്രദേശത്ത്, മടവൂര് പ്രദേശത്ത് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിനെ കുറിച്ച് പുസ്തകത്തിൽ CM സ്മരണിക എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. നമ്മൾ ഖബർ സിയാറത്തിനെതിരല്ല. ഈ പറഞ്ഞ ഖബറിലേക്ക് പോകുന്നവർ എന്തിനാ പോണത്? അവിടെ കറാമത്തുണ്ട് തന്നെ പോണത്. ആരാണ് അയാൾ? CM മടവൂർ എന്ന് പറയുന്ന മനുഷ്യൻ നമസ്കരിക്കാറില്ലായിരുന്നു. പുസ്തകത്തിൽ എഴുതിച്ച വാക്കാണ്. തുരുതുരാ സിഗരറ്റ് വലിക്കാറുണ്ടായിരുന്നു, സ്വർണത്തിന്റെ മോതിരം ധരിക്കാറുണ്ടായിരുന്നു, നോമ്പെടുക്കാറില്ലായിരുന്നു. ഇങ്ങനത്തെ മനുഷ്യന്റെ ഖബറിനെ ചെന്നിട്ട് നമ്മൾ പോയിട്ട് സങ്കടം ചെന്ന് പൊട്ടിക്കരയാൻ പോണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത് ഇതിനെ എതിർക്കാണോ വേണ്ടത്? ഇതിനെതിർക്കും. അപ്പൊ സ്വാഭാവികമായും ജനങ്ങൾ വിചാരിക്കുകയാണ് ഇവർ ഖബർ സിയാറത്തില്ലാത്തവരാണെന്ന്. അല്ല, യഥാർത്ഥ സിയാറത്ത് നമ്മളെ പഠിപ്പിച്ചത് നബി തങ്ങളാണ്. അതിൽ പഠിപ്പിച്ച മര്യാദകളൊക്കെ നമ്മൾ പാലിക്കുന്നു. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ നിരോധിച്ചതാണ്. അയ്യുജസ്സൽ ഖബറ, ഖബർ കുമ്മായമിട, വഅയ്യുഖഅദ അലൈഹി, ഖബറിങ്ങ പോയി ഇരിക്കുക, വഅയ്യുബ്ന അലൈഹി, ഖബറിങ്ങ കെട്ടിടമുണ്ടാക്കി ഉയർത്തിണ്ടാക്കുക. ഏതാണ് നമ്മുടെ നാട്ടില്? ഭീമാപ്പള്ളി ഉമ്മച്ചിന്റെ തിരുവനന്തപുരത്തെ ദാറം ലേലം ചെയ്യാൻ, നമ്മൾ നിലമ്പൂർ തേക്കൊക്കെ ലേലം ചെയ്യില്ലേ, ഇതേപോലെ ലേലം വന്നിക്കാണ്. 18 കോടിക്കാണ് ലേലം ചെയ്തത്. ഖബർ എന്തിനാ ലേലം ചെയ്യേണ്ട ആവശ്യം? ഇത് ബിസിനസ്സാണ്. എന്നിട്ട് അതിന് കിട്ടുന്ന ഒരു 40% പൈസ കൊണ്ട് ഒരു അന്നദാനം നടത്തും. അപ്പൊ എല്ലാവർക്കും ഭയങ്കര റാഹത്തായി. എന്നിട്ട് ആ ചോറ് കിട്ടാത്തതിന് നമ്മുടെ നാട്ടിൽ കുറേ പ്രശ്നം ഉണ്ടായിക്കണ്. ഈ കഴിഞ്ഞ റമദാൻ 17 ബദരീങ്ങളെ ചോറ്, ബദരീങ്ങളെ അറിവിന്റെ ചോറ് കിട്ടാഞ്ഞിട്ട് മലപ്പുറം ജില്ലയിലെ ഒരു മഹല്ലിൽ കൂറ്റം പ്രശ്നം ഉണ്ടായിക്കുന്നു. ഒരു ചോറ് കിട്ടിയില്ല എന്നുള്ള പ്രശ്നം പറഞ്ഞിട്ട്. എന്തിനേറെ പറയുന്നു, നേർച്ചകളുടെ പേര് പറഞ്ഞ് നടന്നിട്ടതിന്റെ കൂത്താട്ടങ്ങൾ കൊണ്ട് എത്ര സ്ഥലത്ത് ആന ചവിട്ടിക്കൊന്ന എത്ര ആൾക്കാരുണ്ടായിട്ടുണ്ട്. ഇസ്ലാമിലെ ഖബർ സിയാറത്തിന് പോയാൽ ഒരാനും ചവിട്ടൂല. ഇസ്ലാം അല്ലാത്തതാണെങ്കിൽ നല്ല പരിക്കുണ്ടാവും. എന്നിട്ട് ഗാനമേളയും പരിപാടിയും ഉറൂസും ഖബറിന്റെ പേരും പറഞ്ഞിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. ഇതിനെയാണ് നബി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞില്ല, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറാ, യഹൂദി നസ്രാനികളെ അല്ലാഹു തആല ശപിച്ചിരിക്കുന്നു. എന്താ കാരണം? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ, അമ്പിയാക്കന്മാരുടെ ഖബർ പോലും സുജൂദിന്റെ കേന്ദ്രമാക്കിയവരാണ് അവര്. നിങ്ങൾ ഓലെപ്പോലെ ആകരുത് എന്നതിന്റെ അർത്ഥം. നബി മരിക്കണതിന്റെ 5 ദിവസം മുമ്പത്തെ വസിയത്താണത്. നിങ്ങൾ ചെയ്യരുത് എന്നാണ് അതിന്റെ അർത്ഥം.
ചില പള്ളികള്, യതീംഖാനകള്, സ്ഥാപനങ്ങള്, മഖാമുകളിലും ജാറങ്ങളിലും കിട്ടുന്ന പൈസ കൊണ്ടാണ്, വരുമാനം കൊണ്ടാണ് നിന്നു പോണത്. ഇത് പറയുമ്പോഴാണ് ആളുകൾക്ക് നമ്മളോട് ദേഷ്യം. പക്ഷേ ഹക്ക് പറയുക എന്നത് ഒരു നാടിൻ്റെ ആവശ്യമാണ്. പഠിച്ച ഒരാളെ സംബന്ധിച്ച് പറയാതിരിക്കുക എന്നത് കുറ്റകരമാണ്. നമ്മൾക്കിത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളിത് പറയുക എന്ന ആവശ്യമാണ്. ആരെ ആക്ഷേപിക്കല്ല, ഇതാണ് കാര്യമെന്ന് പറയാം.